ഓം നമോ നാരായണായ. എല്ലാ സുഹൃത്തുക്കളായ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ശ്രീ ഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമുക്കിന്ന് 58-ാം ദശകമാണ് നോക്കാനുള്ളത്. മാലിനി വൃത്തത്തിൽ എഴുതിയ ഈ ദശകത്തിൽ ഭഗവാൻ കാട്ടുതീയിൽ നിന്ന് ഗോപാലകന്മാരെയും പശുക്കളെയും എല്ലാം രക്ഷിക്കുന്നതും ആ വൃന്ദാവനത്തിൻ്റെ വർണ്ണനയുമാണ് കൊടുത്തിട്ടുള്ളത്. ഭാഗവതം ദശമസ്കന്ധത്തിലെ 19-ാമത്തെയും 20-ാമത്തെയും അധ്യായങ്ങളാണ് ഇവിടെ സംഗ്രഹിച്ചിരിക്കുന്നത്. നമുക്ക് 1-ാമത്തെ ശ്ലോകം നോക്കാം. ത്വയി വിഹരണലോലേ ബാലജാലൈ പ്രലംബ പ്രമഥന സവിളംബേ ധേനവസ്വൈരചാര തൃണകുതുക നിവിഷ്ട ദൂരദൂരം ചരന്ത്യ കിമപി വിപിനമൈഷീകാഘ്യമീഷാം ബഭൂവ്. ത്വയി വിഹരണലോലേ ബാലജാലൈഃ പ്രലംബ പ്രമഥന സവിളംബേ ധേനവഃ സ്വൈരചാരാः തൃണകുതുക നിവിഷ്ഠാ ദൂരദൂരം ചരന്ത്യഃ കിമപി വിപിനമൈഷീകാഘ്യമീഷാം ബഭൂവുഃ. നമുക്ക് ആദ്യം പിരിക്കാനുള്ള പദങ്ങൾ നോക്കാം. 1-ാമത്തെ ലൈനിൽ ഒന്നും കാണുന്നില്ല, എല്ലാം സമസ്ത പദങ്ങളാണ്. 2-ാമത്തെ ലൈനിലും അതുപോലെ തന്നെ. 3-ാമത്തെ ലൈനിലേക്ക് വരുമ്പോൾ തൃണകുതുക നിവിഷ്ഠാ ദൂരദൂരം ചരന്ത്യഃ. തൃണകുതുക നിവിഷ്ടാഹ പ്ലസ് ദൂരദൂരം ചരന്ത്യഃ. അവിടെ വിസർഗം ലോപിച്ചിരിക്കുകയാണ്. തൃണകുതുക നിവിഷ്ടാഹ എന്നതിൽ വിസർഗം ലോപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വിപിനം പ്ലസ് ഐഷീകാഘ്യം പ്ലസ് ഈഷാം ബഭൂഹു ആണ്. വിപിനമൈഷീകാഘ്യമീഷാം ബഭൂഹു. കിം പ്ലസ് അപിയാണ് കിമപി. അന്വയം ശ്രദ്ധിക്കൂ. ഐ ബാലജാലൈഃ വിഹരണലോലേ പ്രലംബ പ്രമഥന സവിളംബേ ധേനവഃ സ്വൈരചാരാः തൃണകുതുക നിവിഷ്ടാः ദൂരദൂരം ചരന്ത്യഃ ഐഷീകാഘ്യം കിമപി വിപിനം ഈഷാം ബഭൂവു. ത്വയി അങ്ങ് ബാലജാലൈഃ വിഹരണലോലേ. ബാലജാലൈഃ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഗോപബാലകന്മാരാണ്. അതുപോലെ തന്നെ വിഹരണലോലേ കളിയിൽ മുഴുകിയിട്ട്, ആ കുട്ടികളോടുകൂടി അങ്ങ് കളികളിൽ മുഴുകിയിരുന്നു. പ്രലംബ പ്രമഥന സവിളംബേ പ്രലംബാസുരനെ വധിക്കുന്നതിന് വേണ്ടി സവിളംബേ കുറേ സമയം താമസിച്ചപ്പോൾ ധേനവഃ സ്വൈരചാരാഹ. ധേനവഃ എന്ന് പറഞ്ഞിരിക്കുന്നത് പശുക്കൾ. സ്വൈരചാരാഹ സ്വൈരമായി ചരിച്ചു. അതായത് അവരെല്ലാം നോക്കാനൊന്നും ആരും ഇല്ലാത്തത് കൊണ്ട്, നാഥനില്ലാതെ അവർക്കിഷ്ടം പോലെ മേഞ്ഞ് നടന്നു. പുല്ല് കണ്ടത് എവിടെയാണോ പുല്ല് തിന്ന് അവർക്കിഷ്ടം പോലെ സഞ്ചരിച്ചു എന്നർത്ഥം. തൃണകുതുക നിവിഷ്ടാഹ. തൃണം പുല്ല്, കുതുകം കൗതുകം, നിവിഷ്ടാഹ യഥേഷ്ടം ദൂരദൂരം ചരന്ത്യഃ. ദൂരെ അങ്ങ് ചരന്ത്യഃ ചരിച്ചു പോയി എന്നർത്ഥം. പശുക്കളെല്ലാം പുല്ല് തിന്ന് യഥേഷ്ടം സഞ്ചരിച്ചു. ഐഷീകാഘ്യം. ഐഷീകം എന്നു പേരായ ആഖ്യ, ഇവിടെ ഐഷീകം എന്നു പേരുള്ള വനത്തിൽ, വിപിനം വനം, വനത്തിൽ ഈഷാം ബഭൂഹു എത്തിച്ചേർന്നു എന്നർത്ഥം. അവരും ഐഷീകാഘ്യം കിമപി എങ്ങനെയോ പുല്ല് തിന്ന് അവരും ഐഷീകം എന്നു പേരായ കാട്ടിലെത്തിച്ചേർന്നു. പ്രലംബ പ്രമഥന സവിളംബേ. ഇവിടെ പ്രലംബനെ വധിക്കുക എന്നുള്ളതായിരുന്നുവല്ലോ പ്രധാന ഉദ്ദേശം. അതിനാണ് ബലരാമനെയും കൂട്ടി പശുക്കളെ മേയ്ക്കുന്ന ഭാവത്തിൽ കാട്ടിലേക്ക് വന്നത് തന്നെ. ഭഗവാന്റെ അവതാര ഉദ്ദേശം തന്നെ ദുഷ്ടനിഗ്രഹമാണ്. അതുകൊണ്ട് ഇവിടെ പശുക്കളെ മേയ്ക്കുന്നതാകട്ടെ അതിനുള്ള ഒരു ഉപായം മാത്രമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പ്രലംബനെ ബലരാമനെ കൊണ്ട് വധിപ്പിക്കുവാൻ കണ്ണൻ തീരുമാനിച്ചുറച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ കളിക്കാനുള്ള സംഘം തിരിക്കുമ്പോൾ ബലരാമൻ ഏത് ഗ്രൂപ്പിൽ, ശ്രീകൃഷ്ണൻ ഏത് ഗ്രൂപ്പിൽ, ശ്രീനാമാവ് ഏത് ഗ്രൂപ്പിൽ, അതെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നതിൽ ശ്രദ്ധിച്ചതുകൊണ്ട് പശുക്കളെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് മേൽപ്പുത്തൂർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ ശ്രദ്ധ തിരിഞ്ഞ സമയത്ത് ഈ നീളം കൂടിയ ഒരുതരം പുല്ലിനെയാണ് ഇഷീകം എന്ന് വിളിച്ചിരിക്കുന്നത്. ആ ഇഷീകം എന്ന പുല്ല് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന് തേരകപ്പുല്ല് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ടെക്സ്റ്റിൽ. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഗുരുവായൂർ
ദേവസ്വം ബോർഡിൻ്റെ പ്രസിദ്ധീകരണമായ വനമാല വ്യാഖ്യാനമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പുസ്തകം. അതിലെഴുതിയിരിക്കുന്നത് തേരക പുല്ല് എന്നാണ്. നീളം കൂടിയ ഒരു തരം പുല്ല് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആ പുല്ല് ധാരാളം ഉള്ളതുകൊണ്ടാണ് ഈ വനത്തിന് ഐഷീകം എന്ന് പേര് വന്നിരിക്കുന്നത്. നല്ല പുല്ല് നിൽക്കുന്നത് കണ്ട് പശുക്കൾ അവ തിന്ന് കൂട്ടം തെറ്റി വഴി തെറ്റി ഏതോ സ്ഥലത്ത് എത്തിച്ചേർന്നു. ആ ഐഷീകം എന്നു പേരുള്ള വനത്തിൽ എത്തിച്ചേർന്നു. നമ്മളും അതുപോലെ തന്നെ സുഖമാണെന്ന് കരുതി ആ സംസാര സാഗരത്തിൽ സംഭ്രമിച്ചുകൊണ്ട് നടക്കുന്നു എന്നാണ് ഇവിടെ പ്രതീകാത്മകമായി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നല്ലതേത് ചീത്തയേത് എന്ന് തിരിച്ചറിയാതെ ഈശ്വര വിചാരമില്ലാതെ സഞ്ചരിച്ചാൽ നമ്മളും ലക്ഷ്യം തെറ്റി എവിടെയെല്ലാമോ എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. നേരെ മറിച്ച് എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ഭഗവാനിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യം നേടാം എന്നുള്ള ഒരു സൂചനയും കൂടി ഈ ശ്ലോകത്തിലുണ്ട്. ഭാണ്ഡീരകം വൃന്ദാവനത്തിലായിരുന്നുവല്ലോ. ഐഷീകവനം വൃന്ദാവനത്തിൻ്റെ പരിധിക്ക് അപ്പുറത്താണ്. ആ വൃന്ദാവനത്തിലെ കാലാവസ്ഥയോ പ്രകൃതിയോ ഒന്നും ആയിരിക്കുകയില്ല ഐഷീകത്തിൽ എന്ന സൂചനയാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. അവിടെ ചെന്നെത്തിയ പശുക്കളുടെ അവസ്ഥ എന്താണ്. ഈ ദശകത്തിൻ്റെ ഹെഡിങ് തന്നെ കാട്ടുതീയിൽ നിന്ന് ഗോകുലങ്ങളെ രക്ഷിച്ച കഥയും ഋതുവർണ്ണനവുമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവിടെ കാട്ടുതീ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന്. ജലം ഇല്ലാത്തത് കൊണ്ടാണല്ലോ വരൾച്ച ഉണ്ടാകുന്നത്. ആ വരൾച്ച ഉണ്ടാകുമ്പോഴാണ് കാട്ടുതീ ഉണ്ടാകാൻ സാധ്യതയുണ്ടാകുന്നത്. നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം. അനധിഗത നിദാഘ ക്രൗര്യ വൃന്ദാവനാന്താത് ബഹിരിതമുപയാതാ കാനനം ധേനവസ്ഥ തവ വിരഹ വിഷണ്ണ ഊഷ്മള ഗ്രീഷ്മതാപ പ്രസര വിസരദംഭസ്യാകുലാസ്തംഭമാഭൂ. അനധിഗത നിദാഘ ക്രൗര്യ വൃന്ദാവനാന്താത് ബഹിരിതമുപയാതാഃ കാനനം ധേനവസ്ഥാഃ തവ വിരഹ വിഷണ്ണ ഊഷ്മള ഗ്രീഷ്മതാപ പ്രസര വിസരദംഭസ്യാകുലാ സ്തംഭമാഭൂ. ഇവിടെ പിരിക്കാനുള്ള പദങ്ങൾ നോക്കാം. ആദ്യം തന്നെ ബഹി കഴിഞ്ഞ് വിസർഗമിട്ടിരിക്കുന്നു. ബഹിഹി പ്ലസ് ഇതം പ്ലസ് ഉപയാതാഹ. ബഹിരിതം ഉപയാതാഹ. അവിടെ വിസർഗം ലോപിച്ച് രേഫം വന്നിരിക്കുന്നു. ധേനവഹ പ്ലസ് താഹ ധേനവസ്താഹ. വിരഹ വിഷണ്ണാഹ പ്ലസ് ഊഷ്മള ഗ്രീഷ്മതാപ പ്രസര വിസരദംഭസ്യാകുലാഹ പ്ലസ് സ്തംഭം പ്ലസ് ആപുഹു. ഇത് ഒന്നിച്ചു വായിക്കുമ്പോൾ വിരഹ വിഷണ്ണ ഊഷ്മള ഗ്രീഷ്മതാപ പ്രസര വിസരദംഭസ്യാകുല സ്തംഭമാപുഹു. വിരഹ വിഷണ്ണാഹ എന്നതിലെ വിസർഗം ലോപിച്ചിരിക്കുന്നു. ഊഷ്മള ഗ്രീഷ്മതാപ പ്രസര വിസരദ അംഭസ്യാകുലാഹ സ്തംഭമാപുഹു. നമുക്ക് ഇനി അന്വയം നോക്കാം. അനധിഗത നിദാഘ ക്രൗര്യ വൃന്ദാവനാന്താത് ബഹിഹി ഇദം കാനനം ഉപയാതാഹ താഹ ധേനവഹ തവ വിരഹ വിഷണ്ണാഹ ഊഷ്മള ഗ്രീഷ്മതാപ പ്രസരസ്തംഭം ആപുഹു വിസരദംഭസ്യാകുലാഹ. ഇവിടെ തവ വിരഹ വിഷണ്ണാഹ ഭഗവാന്റെ വേർപാടിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വിരഹ വിഷണ്ണൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. വിഷണ്ണാഹ അതായത് വിഷമങ്ങൾക്കെല്ലാം കാരണം ഇവിടെ ഭഗവാന്റെ വേർപാടാണ് എന്ന് ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഭഗവാനോട് അടുത്തിരിക്കാൻ ശ്രമിക്കണം. അങ്ങനെ അടുത്തിരിക്കാനുള്ള ഉപായമാണ് പ്രാർത്ഥനയും മറ്റ് ഭക്തിമാർഗങ്ങളും. നല്ല നീളമുള്ള പുല്ലുകൾ വളർന്നു നിൽക്കുന്നു. അത് തിന്ന് പശുക്കളെല്ലാം വഴിതെറ്റി ഐഷിക വനത്തിൽ എത്തിച്ചേർന്നു. നമ്മുടെ അവസ്ഥയും അതൊക്കെ തന്നെയാണ്. നമ്മൾ മായയിൽ മുങ്ങി മായാമോഹങ്ങളിൽ മുഴുകി ഭഗവാനിൽ നിന്ന് അകന്നകന്ന് ആപത്തിൽ ചെന്ന് ചാടുന്നു എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ അനധിഗത നിദാഘ ക്രൗര്യ വൃന്ദാവനാന്താത് ബഹിഹി. വൃന്ദാവനത്തിൽ നിന്നും പുറത്ത് എന്നാണ്. ബഹിഹി എന്ന് പറഞ്ഞിരിക്കുന്നത് പുറത്ത്, അതായത് അതിർത്തിക്ക് അപ്പുറത്ത്. ഇനി അനധിഗത നിദാഘ ക്രൗര്യ എന്ന് പറഞ്ഞിരിക്കുന്നത് വേനൽക്കാലത്തെ കടുത്ത വെയിലിൻ്റെ ആ ചൂട് തട്ടാത്ത വൃന്ദാവനം, അതിൻ്റെ പുറത്ത്, അതിൻ്റെ അതിർത്തികൾക്കപ്പുറത്ത് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് വൃന്ദാവനത്തിൽ
ചൂടിൻ്റെ കാഠിന്യം അനുഭവപ്പെടാത്തത് എന്ന് ചോദിച്ചാൽ അവിടെ ഭഗവാന്റെ സാന്നിധ്യമുണ്ട് എപ്പോഴും. അതുപോലെ യമുനാ നദി ഒഴുകുന്നുണ്ട്. ആ ജലസാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ മരങ്ങൾ വളർന്നു നിൽക്കുന്നു. മരങ്ങളിൽ നിന്നുള്ള ആ തണലും നല്ല പച്ചപ്പും എല്ലാം നിറഞ്ഞ് വൃന്ദാവനത്തിൻ്റെ ഭംഗിയും പ്രകൃതിയും എല്ലാം വേറെയാണ്. ആ തണൽ ഭഗവാന്റെ തണലിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഭഗവാന്റെ സാമീപ്യം കൊണ്ട് എല്ലാം നന്നായി നടക്കുന്നു എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഐഷിക വനത്തിൽ എത്തിച്ചേർന്ന ആ പശുക്കൾക്ക് എന്തവസ്ഥ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇതം കാനനം ഉപയാതാഹ, ഈ ഐഷിക വനത്തിൽ എത്തിച്ചേർന്ന താഹ ധേനവഹ, ആ പശുക്കൾ തവ വിരഹ വിഷണ്ണാഹ, അങ്ങയെ പിരിഞ്ഞതിൻ്റെ വിഷമത്തിൽ, ആ വിരഹവേദനയിൽ ഊഷ്മള ഗ്രീഷ്മതാപപ്രസരസ്തംഭം ആപുഹു, വേനൽ ചൂട് തട്ടി വിസരദംഭസ്യാകുല, ചൂട് തട്ടുമ്പോൾ എന്താ അവസ്ഥ ഉണ്ടാവുക? നമുക്ക് വെള്ളം കുടിക്കാൻ ദാഹം കൂടില്ല. ഇവിടെ വർദ്ധിച്ചു വന്ന ദാഹം കൊണ്ട് തളർന്നുപോയി, ആകുലരായിത്തീർന്നു, തളർന്നുപോയി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഊഷ്മള ഗ്രീഷ്മതാപം എന്ന് പറഞ്ഞിരിക്കുന്നത് വർദ്ധിച്ചു വന്ന ചൂട് താങ്ങാൻ കഴിയാതെ ദാഹം കൊണ്ട് അവരെല്ലാവരും തളർന്നുപോയി. ഇവിടെ ഭഗവാനെ പ്രാപിക്കുക എന്നുള്ളതാണ് ദാഹം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദാഹജലം പോലെയാണ് ഭഗവാന്റെ സാമീപ്യം. ഭഗവാനിൽ നിന്ന് അകന്നു കഴിഞ്ഞപ്പോൾ കടുത്ത വേനൽ ചൂടിൽ അവരെല്ലാം വളരെയധികം വിഷമിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേനൽ ചൂടിൽ എങ്ങനെയാണോ നമ്മൾ ആ തപിക്കുന്ന അവസ്ഥ എങ്ങനെയാണോ അതുപോലെയാണ് ഭഗവാനിൽ നിന്ന് അകന്നപ്പോൾ എല്ലാവർക്കും അനുഭവപ്പെടുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്കിനി ഭക്തവത്സലനായ ഭഗവാൻ എന്ത് ചെയ്തു എന്ന് നോക്കാം അടുത്ത ശ്ലോകത്തിൽ. വരൂ, ശ്രദ്ധിക്കൂ. നമുക്ക് 3-ാമത്തെ ശ്ലോകം നോക്കാം. തദനു സഹസഹായൈർദൂരമന്വിഷ്യ ശൗരേ ഗളിതസരണിമുഞ്ചാരണ്യസഞ്ജാതഖേദം പശുകുലമഭിവീക്ഷ്യ ക്ഷിപ്രമാനേതുമാരാത് ത്വയി ഗതവതിഃ സർവതോഗ്നിർജൃംഭേ. തദനു സഹസഹായൈർദൂരമന്വിഷ്യ ശൗരേ ഗളിതസരണിമുഞ്ചാരണ്യസഞ്ജാതഖേദം പശുകുലമഭിവീക്ഷ്യ ക്ഷിപ്രമാനേതുമാരാത് ത്വയി ഗതവതി ഹി സർവതോ അഗ്നിർജൃംഭേ. ഇവിടെ പിരിക്കാനുള്ള പദങ്ങൾ നോക്കുക. സഹായൈഹി പ്ലസ് ദൂരം പ്ലസ് അന്വിഷ്യ, സഹായൈർദൂരം അന്വിഷ്യ, പശുകുലം പ്ലസ് അഭിവീക്ഷ്യ, പശുകുലം അഭിവീക്ഷ്യ, ക്ഷിപ്രം പ്ലസ് ആനേതും പ്ലസ് ആരാതാണ് ക്ഷിപ്രമാനേതുമാരാത്, സർവതഃ പ്ലസ് അഗ്നിഹി പ്ലസ് ജജൃംഭേ സർവതോഗ്നിർജൃംഭേ. ഇവിടെ അഗ്നിഹിയുടെ വിസർഗം രേഫമായിട്ട് മാറി സർവതഃ എന്നത് സർവതോ എന്നായിട്ട് മാറിയിരിക്കുന്നു. നമുക്കിനി അന്വയം ശ്രദ്ധിക്കാം. ഹേ ശൗരേ തദനു സഹായൈഹി സഹ ദൂരം അന്വിഷ്യ ഗളിതം മുഞ്ചാരണ്യം സഞ്ജാതഖേദം പശുകുലം അഭിവീക്ഷ്യ ക്ഷിപ്രമാനേതും ത്വയി ആരാധ ഗതവതി ഹി സർവതഃ അഗ്നിഹി ജജൃംഭേ. ഹേ ശൗരേ എന്ന് വിളിച്ചിരിക്കുകയാണ്. ഭഗവാന്റെ മറ്റൊരു പേരാണ് ശൗരി. എന്തുകൊണ്ടാണ് ശൗരി എന്ന് വിളിക്കുന്നത്? ശൂരസേന വംശത്തിൽ ജനിച്ചവനാണ്. ശൂരസേനൻ്റെ ചെറുമകനാണ് ഈ ശ്രീകൃഷ്ണൻ. ശൂരസേനൻ്റെ മകൾ ദേവകി, ദേവകിയുടെ മകൻ ശ്രീകൃഷ്ണൻ. അതുകൊണ്ട് ശൗരേ എന്ന പേര് വന്നു. ശൂരസേന കുലത്തിൽ ജനിച്ചവനെ എന്നർത്ഥം. സഹായൈഹി എന്ന് പറഞ്ഞിരിക്കുന്നത് സഹായികളോടുകൂടി, സഹ കൂടെ എന്നാണ് അർത്ഥം. ദൂരം അന്വേഷ്യ വളരെ ദൂരം അന്വേഷിച്ചു ചെന്നു. ഗളിതം വഴിതെറ്റി, മുഞ്ചാരണ്യം മുഞ്ചവനത്തിൽ, ആരണ്യം വനമാണ്, മുഞ്ചവനത്തിൽ അകപ്പെട്ട്, സംജാതഖേദം വലയുന്ന, ഖേദത്തോടുകൂടി വലയുന്ന, പശുകുലം പശുക്കൂട്ടത്തെ കണ്ടിട്ട്, അഭിവീക്ഷ്യ കണ്ടിട്ട്, ക്ഷിപ്രം ആനേതു അവയെ വേഗം കൊണ്ടുവരുന്നതിലേക്കായി, ത്വയി അങ്ങ്, ആരാത് അടുത്ത്, ഗതവതി ചെന്നു ചേർന്നപ്പോൾ, ഹി കഷ്ടം കഷ്ടം, വളരെ ദയനീയമായ അവസ്ഥയെ പറഞ്ഞിരിക്കുകയാണ്. സർവതഃ എല്ലായിടത്തും, അഗ്നിഹി കാട്ടുതീ, ജജൃംഭേ പടർന്നുവല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. കാട്ടുതീ വ്യാപിച്ചുവല്ലോ. ഇവിടെ ഹേ ശൗരേ
മേൽപ്പത്തൂർ ഭഗവാന്റെ നടയിലിരുന്ന് പറയുകയാണ്, അല്ലയോ ഗുരുവായൂരപ്പ, ശൗരേ, അങ്ങ് അനന്തരം തദനു അനന്തരം സഹായികളോടുകൂടി കൂടെയുള്ള ഗോപബാലന്മാരെല്ലാം പശുക്കളെ അന്വേഷിച്ച് നടക്കുകയല്ലേ. ഇപ്പം വളരെ ദൂരം അന്വേഷിച്ച് ചെന്നു. വഴിതെറ്റി മുഞ്ചാരണ്യത്തിൽ അകപ്പെട്ട് സംജാതഖേദം വലയുന്ന പശുകുലത്തെ കണ്ടിട്ട് ക്ഷിപ്രം ആനേതു. അവയെ വേഗം തിരികെ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുവരുന്നതിലേക്കായി അങ്ങ് അടുത്ത് ചെന്ന് ചേർന്നപ്പോൾ, അയ്യോ എന്ത് കഷ്ടം, എത്ര ദയനീയമാണ് ആ അവസ്ഥ, എല്ലായിടത്തും കാട്ടുതീ വ്യാപിച്ചുവല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ സഹായികൾക്കും ഭഗവാന്റെ അസാന്നിധ്യം കൊണ്ട് ദുഃഖമുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയും വിചാരിക്കാം. ഗോപന്മാർക്കും ഭഗവാന്റെ അസാന്നിധ്യത്തിൽ ഖേദമുണ്ടായി. അതുപോലെ തന്നെ പശുക്കൂട്ടം ഭഗവാനെ പിരിഞ്ഞ് ആ ഐഷികവനത്തിൽ അകപ്പെട്ടു പോയതുകൊണ്ട് അവർക്കും ദുഃഖമുണ്ടായി. അവരും ആകുലരായി തീർന്നു. അപ്പോൾ ഭഗവാന്റെ സാമീപ്യമാണ് എല്ലാത്തിനും പരിഹാരം അല്ലെങ്കിൽ പ്രതിവിധി എന്ന് മനസ്സിലാക്കുക. ഭഗവാനെ പിരിഞ്ഞ പശുക്കൾക്കെന്ന പോലെ കൂട്ടുകാരായ ഗോപകുമാരന്മാർക്കും കാട്ടുതീയിൻ്റെ ഉപദ്രവം ഭഗവാന്റെ അസാന്നിധ്യം കൊണ്ട് സംഭവിക്കുന്നുണ്ട്. ഈ കാട്ടുതീ എല്ലായിടത്തും പടർന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഭഗവത് സാന്നിധ്യമുണ്ടായ പശുക്കൾക്കല്ല, ഭഗവാനെ വിട്ടുപോയ കൂട്ടുകാർക്കാണെന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. ഇവിടെ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല ആർക്കാണ് കാട്ടുതീയുടെ ഉപദ്രവം ഉണ്ടായതെന്ന്. ആപത്തുണ്ടാകാതെ നോക്കാനും ഉണ്ടായാൽ അതിൽ നിന്ന് രക്ഷിക്കാനും ഭഗവാൻ ഒരാൾക്ക് മാത്രമേ സാധ്യമാകൂ എന്ന് നാം മനസ്സിലാക്കണം. അതാണ് ഈ ദശകത്തിൻ്റെ താല്പര്യമെന്ന് നമുക്ക് മനസ്സിലാകും. ഇവിടെ താപത്തെ അകറ്റുന്നവനായ എല്ലാ ദുരിതങ്ങളിൽ നിന്നും നമ്മെ കരകയറ്റാനായി ഭഗവാനുണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ച് മുമ്പോട്ട് പോയാൽ നമുക്ക് ഒരു ദുരിതവും ദുഃഖവും ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കുക. നമുക്കിനി 4-ാമത്തെ ശ്ലോകം അടുത്ത വീഡിയോയിലൂടെ കേൾക്കാം. ഈ 58-ാം ദശകത്തിലെ ശ്ലോകങ്ങൾക്കെല്ലാം കുറച്ച് വരികൾ കൂടുതലുണ്ട്, അക്ഷരങ്ങൾ കൂടുതലുണ്ട്. 2 ശ്ലോകങ്ങൾ വെച്ച് ഉള്ള വീഡിയോ മതിയെന്ന് പറഞ്ഞവരുണ്ട്. അവരുടെ അപേക്ഷയെ കൂടി മാനിച്ചാണ് ഞാൻ ഈ വീഡിയോയുടെ നീളം കുറച്ചിരിക്കുന്നത്. അടുത്ത ശ്ലോകവും അതിനടുത്ത ശ്ലോകവും കൂടി ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിക്കുന്നു. എനിക്കൊരു തിടുക്കവുമില്ല. പതുക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത് പോലെ പോകണമെന്നേ എനിക്കുള്ളൂ. നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ജീവിതം സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.